ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ജിലേബി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1/4 കിലോ ഉഴുന്ന് 2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തിരിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ 2 സ്പൂൺ പച്ചരി 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. ഫുഡ് കളർ ഞാൻ ടൈഗറിൻ്റെ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഈ പരുവം വേണം ജിലേബിക്ക് പറ്റുന്ന പരുവം. ഇനി നമുക്ക് പഞ്ചസാര പാനി കാച്ചി എടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര പാനി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഒറ്റ നൂൽ പരുവമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജിലേബിക്ക് നല്ലൊരു നെയ്യുടെ മണമായിരിക്കും. ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. നാരങ്ങാനീര് ചേർക്കുന്നത് പഞ്ചസാര പാനി കട്ടിയാവാതിരിക്കാനാണ്. ഞാൻ എടുത്തിരിക്കുന്ന കുപ്പി, കേക്കൊക്കെ നമ്മൾ ഐസിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കവറിനകത്തും മാവൊഴിച്ച് ചെയ്യാവുന്നതാണ്. ജിലേബിയുടെ പരുവത്തിൽ കറക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി കളർ ചേർത്തിട്ടുണ്ട്. അതേ അളവിൽ 1 നുള്ളും കൂടി കളർ ചേർത്താൽ മതിയാകും. മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കരുത്, വെജിറ്റബിൾ ഓയിൽ തന്നെ തയ്യാറാക്കണം. പിന്നെ നിങ്ങൾ ജിലേബിയുടെ ഷേപ്പ് വന്നില്ല എന്നൊന്നും പറഞ്ഞൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഞാൻ ഒരുപാട് വട്ടം ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയത്. ഇനി എല്ലാ ജിലേബിയും 2 മിനിറ്റ് നേരം പഞ്ചസാര പാനിയിൽ മുക്കി വയ്ക്കുക. തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. ഹാപ്പി ദീപാവലി.